ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂ SCERT 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 ആണ്, അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷമുള്ള ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട നികുതി നയമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭുവാണ്. 1793 ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ നികുതി നയമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായി നൽകണമായിരുന്നു. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാർക്ക് കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു നൽകിയിരുന്നത് ഭൂമിയുടെ ഉടമകളായിരുന്ന സെമീന്ദാർമാരായിരുന്നു. വിളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും ചില സമയത്ത് വിളവ് തീരെ കുറവാണെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായി നൽകണം എന്നതായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷത. ഒന്നുകൂടെ പറയാം, 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്. ഈ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭുവാണ്. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു നൽകി. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായി നൽകണം എന്നതായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷത. അടുത്തതായി പഠിക്കാനുള്ള നികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി സമ്പ്രദായം. 1820 വർഷം. ദക്ഷിണേന്ത്യ, ഡക്കാൻ എന്നീ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ വ്യക്തികളാണ് തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. അപ്പം നമ്മൾ ഇതിനു മുന്നേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പഠിച്ചു. അതിന് വർഷം 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. റൈറ്റ് വാരി സമ്പ്രദായം നിലവിൽ വന്നത് 1820 ദക്ഷിണേന്ത്യ, ഡക്കാൻ എന്നീ പ്രദേശങ്ങളിലാണ് ഈ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഈ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തികളാണ് തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. അപ്പം ഈ നികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർഷകരെ ഭൂ ഉടമകളാക്കി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പം ഇതിന് മുകളിൽ മുന്നേ നമ്മൾ പഠിച്ചില്ലേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കണേ, എന്നാൽ കൺഫ്യൂഷൻ വരില്ല. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 റൈറ്റ് വാരി സമ്പ്രദായം 1820. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ് ദക്ഷിണേന്ത്യ, ഡക്കാൻ എന്നീ പ്രദേശങ്ങളിൽ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാരാണ് കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് നൽകിയിരുന്നത്. എന്നാൽ റൈറ്റ് വാരി സമ്പ്രദായ പ്രകാരം കർഷകരെ ഭൂ ഉടമകളായി പരിഗണിക്കുകയും ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുകയും ചെയ്തു. നികുതി നൽകാൻ വീഴ്ച വരുത്തുന്ന കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അടുത്ത നികുതി സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം. 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ ഹോൾട്ട് മെക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഈ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ ഹോൾട്ട് മെക്കൻസി നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായ പ്രകാരം ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി നികുതി പിരിക്കാൻ തുടങ്ങി.
നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും തുടങ്ങി. ഇതാണ് മഹൽവാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷത. അപ്പോൾ നമ്മളിവിടെ പഠിച്ച 3 നികുതി സമ്പ്രദായങ്ങളും ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ കോൺവാലിസ് പ്രഭുവാണ് ഈ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ഭൂ ഉടമകളായിരുന്ന സമീന്ദാർമാരാണ് കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് നൽകിയിരുന്നത്. അടുത്തത് റയട്ട്വാരി സമ്പ്രദായം. 1820 ദക്ഷിണേന്ത്യ, ഡക്കാൻ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നീ വ്യക്തികളാണ് റയട്ട്വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഈ സമ്പ്രദായ പ്രകാരം കർഷകരെ ഭൂ ഉടമകളാക്കി പരിഗണിക്കുകയും ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുക്കുകയും ചെയ്തു. നികുതി നൽകുന്നതിൽ നിന്നും വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അടുത്ത നികുതി വ്യവസ്ഥയാണ് മഹൽവാരി സമ്പ്രദായം. 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ ഹോട്ട് മെക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഈ സമ്പ്രദായ പ്രകാരം ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കുകയും നികുതി പിരിച്ചെടുക്കുകയും ചെയ്തു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? 1. ഉയർന്ന നികുതി നിരക്ക്. നിർബന്ധിത നികുതി. കർഷകരിൽ നിന്ന് നേരിട്ടുള്ള നികുതി പിരിവ്. നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കുക. ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമായി. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. അപ്പം നമ്മളിവിടെ വായിച്ചതിൽ നിന്നും എന്താണ് മനസ്സിലായത്? ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? കർഷകർ കൃത്യസമയത്ത് നികുതി അടച്ചിട്ടില്ലെങ്കിൽ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അങ്ങനെ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കർഷകർ കടം വാങ്ങാൻ തുടങ്ങി. നികുതി അടയ്ക്കാനായി കടം വാങ്ങി കർഷകരെന്തായി? കടക്കെണിയിലായി. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഈ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകൾ ഒരുപാട് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാനുള്ള അവസരം കുറയുകയും അത് ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെയും സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലങ്ങൾ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് നൽകിയില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്ത ഭാഗം നോക്കാം. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ എന്നിവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടമാകുന്നതിനും കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. അപ്പം ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ കൈത്തൊഴിലുകാരെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്ന് ഒന്ന് പറയാം. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടതോടുകൂടി കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നമായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകല്, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെയൊക്കെ വിപണി നഷ്ടപ്പെട്ടു. കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ
തൊഴിൽ നഷ്ടമാകുന്നതിന് കാരണമായി. അതുപോലെ തന്നെ പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാനും നിർബന്ധിതരായി. ഇങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ കൈത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിച്ചത്. ഇനി പഠിക്കാനുള്ളത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സന്യാസിമാരും പോരാളികളായപ്പോൾ. അതൊന്ന് വായിക്കാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദച്ചിഹ്നം എന്ന ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്തുപോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിൻ്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടതായി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്തു തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്നു വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞു നാറി. ഇവിടെ നമ്മൾ വായിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ആനന്ദമഠം എന്നത് ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു നോവലാണ്. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒന്നുകൂടെ പറയാം, ആനന്ദമഠം എന്നത് ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു നോവലാണ്. ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത്. ബാക്കി ഭാഗം നോക്കാം. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെല്ലാം വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും അതിൽ അസംതൃപ്തരായ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ആ കാലത്ത് ബംഗാളിൽ ഉണ്ടായിരുന്ന ക്ഷാമം പരിഹരിക്കാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. അത് ദരിദ്രരായ കർഷകർക്കും തൊഴിലാളികളും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടാനായിട്ട് ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്തത്. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായതിനാൽ ഈ കലാപത്തെ സന്യാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നതോടുകൂടി സന്യാസി കലാപം എന്നത് സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കപ്പെട്ടു. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് ഭവാനി പതക്കും മജ്നു ഷായും. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വന്ദേ മാതരം. ഇത് ബോക്സിൽ കൊടുത്ത കാര്യമാണ്, അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പം ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏതിൽ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്.
അടുത്തത് പഠിക്കാനുള്ളത് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം 1859. ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായി അറിയപ്പെട്ടിരുന്നത് ബംഗാളിലെ നീലം കർഷക കലാപമാണ്. നീലം കർഷക കലാപം നടന്ന വർഷം 1859. 1859 നീലം കർഷക കലാപം നടന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിട്ട് അറിയപ്പെടുന്നതാണ് ബംഗാളിൽ നടന്ന നീലം കർഷക കലാപം. നീലം കർഷക കലാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴി തെളിയിച്ചു. കൃത്രിമച്ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പം നീലം കർഷക കലാപത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപങ്ങളിൽ ഒന്നാണ് ബംഗാളിൽ നടന്ന നീലം കർഷക കലാപം. 1859 ബംഗാളിൽ നീലം കർഷക കലാപം നടന്നത്. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് നീലം കലാപത്തിന് നേതൃത്വം വഹിച്ചത്. നീലം കലാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിനാണെങ്കിൽ കമ്പോള വിലയേക്കാൾ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴി തെളിയിച്ചു. അതിൻ്റെ പുറമെ കൃത്രിമ ചായം കണ്ടെത്തിയതോടുകൂടി നീലത്തിൻ്റെ ആവശ്യകതയും കുറഞ്ഞു. ഇതോടുകൂടി കർഷകർക്ക് ദാരിദ്ര്യം വർദ്ധിക്കുകയും ചെയ്തു. മറ്റു വഴികളൊന്നും ഇല്ലാണ്ട് കർഷകർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിയുകയും ബംഗാളിലാകെ കലാപം പടർന്നു പിടിച്ചതോടുകൂടി കർഷകർ നീലം കൃഷി ഉപേക്ഷിക്കുകയും നീലം ഫാക്ടറികൾ ആക്രമിക്കുകയും ചെയ്തു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായി എന്ന് കണ്ടപ്പോൾ തോട്ടക്കാർ എന്ത് ചെയ്തു? ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇവിടെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒന്നാണ് നീലം കലാപത്തിന് നേതൃത്വം വഹിച്ചവരുടെ പേര്. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. നീലം കലാപത്തിന് നേതൃത്വം വഹിച്ചവരാണ് ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്. ഇനി ഇവിടെ ബോക്സിൽ കൊടുത്ത നീൽ ദർപ്പൺ ഒന്ന് നോക്കാം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഒന്നുകൂടെ പറയാം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. 1860 നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. രചയിതാവ് ദീനബന്ധു മിത്ര. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാന്താൾ കലാപമാണ്. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. കാടുണർന്നപ്പോൾ ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തൻ്റെ മഴുകൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. ഇത് ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന ബുക്കിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രചിച്ചത് ബിപിൻ ചന്ദ്ര. അത് ഓർത്തിരിക്കണേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രചിച്ചത് ബിപിൻ ചന്ദ്ര. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്ര. നമ്മളിപ്പോൾ പഠിക്കുന്നത് സാന്താൾ കലാപമാണ്.
അപ്പോൾ സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗമാണ് സാന്താൾമാർ. ഭൂ ഉടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങൾ വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധോവിനെയും കൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് പറയാം. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമായിരുന്നു സാന്താളുകൾ. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് സാന്താളുമാർ എന്നായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകളുടെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1855-ലാണ്. സാന്താൾ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1855. സാന്താൾ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ധോവും കൻഹുവുമാണ്. അടുത്ത ഭാഗം നോക്കാം. ഉൽഗുലാൻ. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്ര കലാപമാണ് ഇത് ഉൽഗുലാൻ. ഉൽഗുലാൻ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഒരു ഗോത്ര കലാപമാണ്. ബാക്കി ഭാഗം നോക്കാം. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഒന്നുകൂടെ പറയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഉൽഗുലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുണ്ട കലാപം. ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. മുണ്ട കലാപം നടന്ന പ്രദേശം ജാർഖണ്ഡാണ്. മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് അല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവാരാണ്? ബിർസ മുണ്ട. ഇനി നമുക്ക് മുണ്ട കലാപം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം, ഇതൊക്കെയാണ് മുണ്ട കലാപത്തിലേക്ക് നയിച്ചത്. ഇനി നമുക്ക് ബിർസ മുണ്ടയെ പറ്റി ഒന്ന് പഠിക്കാം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, അതായത് ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു. അപ്പം ബിർസ മുണ്ടയുടെ ജന്മദിനം എന്നാണ് നവംബർ 15. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ആയിട്ടാണ് ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത്. 2021 തൊട്ടാണ് നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനം ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ചു പോരുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ചിട്ടുള്ള ഏക ഗോത്രജനത നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. അപ്പോൾ ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. ഗാന്ധി സെ പഹലെ ഗാന്ധി എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ടയാണ്. അടുത്ത പോയിന്റ്, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ കൃതി രചിച്ചത് മഹാശ്വേതാദേവിയാണ്. മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ബിർസ മുണ്ടയാണ് ഈ കൃതിയിലെ കേന്ദ്ര കഥാപാത്രം.
അടുത്ത ഭാഗം നോക്കാം. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കുരിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഘാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്രവർഗ കലാപങ്ങളാണ്. അപ്പോൾ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചത് എന്നാണ് 1899. അടുത്ത ഭാഗം നോക്കാം. പോരാട്ടത്തിന്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. ഈ പോളിഗർ ആരാണ് നോക്കാം. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അടുത്ത പഠിക്കാനുള്ളത് വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാണ്? വെല്ലൂർ കലാപം. തമിഴ്നാട്ടിൽ നടന്ന വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയതെന്ന് ഓർത്തുവെക്കുക. വെല്ലൂർ കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് വെല്ലൂർ കലാപത്തിന്റെ പ്രധാന കാരണം. വെല്ലൂർ കലാപം നടന്ന വർഷം എന്നാണ്? 1806. 1806 വെല്ലൂർ കലാപം നടന്നത്. അടുത്ത പഠിക്കാനുള്ളത് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാലത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമെന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. ആറ്റിങ്ങൽ കലാപം ഒന്നുകൂടെ പറയാം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721.
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപമാണ്. ഇനി പഠിക്കാനുള്ളത് കിട്ടൂർ റാണി ചെന്നമ്മയെ പറ്റിയിട്ടാണ്. സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു കിട്ടൂര്. കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായത് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലൂടെയാണ്. അന്ന് കിട്ടൂരിൻ്റെ ഭരണാധികാരിയായിരുന്നത് ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് തടയുകയും പിന്തുടർച്ചാവകാശിയില്ലാത്ത കിട്ടൂർ നാട്ടുരാജ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായിട്ടാണ് കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത്. പിന്നീട് 1829 ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കിടന്നാണ് റാണി ചെന്നമ്മ അന്തരിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ച കലാപങ്ങളെല്ലാം ഈ പട്ടികയിലൊന്ന് ഉൾപ്പെടുത്താം. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ പല രീതിയിലായിരുന്നു. ഒന്നാമത്തേത് കാർഷിക കലാപങ്ങൾ, ഗോത്ര കലാപം, സൈനിക തലവന്മാരുടെ കലാപം, സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപം, ജനകീയ കലാപം. ആദ്യത്തേത് കാർഷിക കലാപങ്ങൾ, ഗോത്ര കലാപങ്ങൾ, സൈനിക തലവന്മാരുടെ കലാപങ്ങൾ, സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപം, ജനകീയ കലാപം. അപ്പം കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ്? കാർഷിക കലാപങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സന്യാസി ഫക്കീർ കലാപവും നീലം കലാപവും. കാർഷിക കലാപങ്ങൾക്ക് താഴെ വരുന്നത് സന്യാസി ഫക്കീർ കലാപവും നീലം കലാപവും. അടുത്തത് ഗോത്ര കലാപം. ഏതൊക്കെയായിരുന്നു ഗോത്ര കലാപങ്ങൾ? ഒന്ന് സാന്താൾ കലാപവും ഉൽ ഗുലാൻ കലാപം അല്ലെങ്കിൽ മുണ്ട കലാപം. ഗോത്ര കലാപങ്ങൾ രണ്ടെണ്ണം നടന്നിട്ടുണ്ട്. സാന്താൾ കലാപവും ഉൽ ഗുലാൻ കലാപവും. അടുത്തത് സൈനിക തലവന്മാരുടെ കലാപം. അതാണ് പോളിഗർ കലാപം. സൈനിക തലവന്മാരുടെ കലാപമാണ് പോളിഗർ കലാപം. അടുത്തത് സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപമാണ് കിട്ടൂർ കലാപം. സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപം ഏതായിരുന്നു? കിട്ടൂർ കലാപം. അവസാനത്തെ ജനകീയ കലാപം എന്നറിയപ്പെട്ടത് ആറ്റിങ്ങൽ കലാപം. ജനകീയ കലാപം, ആറ്റിങ്ങൽ കലാപം. ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ: ഒന്ന് കാർഷിക കലാപങ്ങൾ, ഗോത്ര കലാപം, സൈനിക തലവന്മാരുടെ കലാപം, സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപം, ജനകീയ കലാപം. കാർഷിക കലാപങ്ങളിൽ വരുന്നത് സന്യാസി ഫക്കീർ കലാപവും നീലം കലാപവും. ഗോത്ര കലാപത്തിൽ വരുന്നത് സാന്താൾ കലാപവും ഉൽ ഗുലാൻ കലാപവും. സൈനിക തലവന്മാരുടെ കലാപത്തിൽ പോളിഗർ കലാപം. സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപമാണ് കിട്ടൂർ കലാപം. ജനകീയ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1857 കലാപത്തെക്കുറിച്ചാണ്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു പോവാം. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത്. കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരുകിയ കടാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ
ധീരതയെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത്. ബാക്കി ഭാഗം നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാലോ. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു 1857 വിപ്ലവം. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധനവും. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ സംഘടിത കലാപം നടന്നത് എന്നാണ്. 1857 കലാപം. 1857 കലാപം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ് 1857 കലാപം. ഇന്ന് ഓർത്തു വെക്കുക. 1857 കലാപത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയായിരുന്നു? സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കർ. 1857 കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെട്ടവയായിരുന്നു: ഒന്ന്, സൈനിക സഹായ വ്യവസ്ഥയും രണ്ടാമത്തേത് ദത്തവകാശ നിരോധന നിയമവും. അതിൽ ആദ്യം സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ, അതായത് സബ്സിഡിയറി അലയൻസ് പോളിസി നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് സബ്സിഡിയറി അലയൻസ് പോളിസി അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിലേർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. ആ വ്യവസ്ഥകളാണ് ഇനി പറയുന്നത്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കാനും വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ പാലിക്കേണ്ട വ്യവസ്ഥകളാണ് പറയുന്നത്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന ഒരു നാട്ടുരാജാവ് കമ്പനിയുടെ ഒരു സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് ആ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. ആ സൈനിക വിഭാഗത്തിന് വേണ്ട എല്ലാ ചെലവുകളും ആ സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവാണ് നിർവഹിക്കേണ്ടത്. അതുപോലെ കമ്പനിയുടെ അനുവാദമില്ലാത്ത മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടൊന്നും ഈ നാട്ടുരാജ്യത്തിന് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിട്ട് ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവിന് എടുക്കാനും പറ്റില്ല. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ സ്ഥിരമായി താമസിപ്പിക്കുകയും വേണം. ഈ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന വ്യവസ്ഥകൾ. അടുത്തത് പഠിക്കാനുള്ളത് ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശികൾ ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു.
ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ആൺകുട്ടികളില്ലാണ്ടെയാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കുന്ന സമ്പ്രദായം മുമ്പ് നിലവിലുണ്ടായിരുന്നു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാവുന്നതോടെ ആ നാട്ടുരാജ്യം സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം എന്നിവ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് ഔധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇതും കൂടെ ഓർത്തു വെക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായ അതൃപ്തിയും 1857 കലാപത്തിൻ്റെ മറ്റൊരു കാരണമായിരുന്നു. അപ്പം എന്തിനാണ് ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് അതൃപ്തി ഉണ്ടാവാൻ കാരണം? അത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറും ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെ ആയിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. എൻഫീൽഡ് തോക്കുകളുടെ ഉപയോഗത്തിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് മംഗൽ പാണ്ഡെ ആയിരുന്നു. ബരക്പൂരിലെ സൈനികനായിരുന്നു മംഗൽ പാണ്ഡെ. എൻഫീൽഡ് തോക്കുകളുടെ ഉപയോഗത്തിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് മംഗൽ പാണ്ഡെ ആയിരുന്നു. ബരക്പൂരിലെ സൈനികനായിരുന്നു മംഗൽ പാണ്ഡെ. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. 1857 ഏപ്രിൽ 8 മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. ബാക്കി ഭാഗം പഠിക്കാം. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിൽ. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൽ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യൻ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അതൊക്കെ ഓർത്തു വെക്കണേ. മംഗൽ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യൻ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. 1857 കലാപത്തിൻ്റെ അനന്തരഫലങ്ങളാണ് ഇനി പറയുന്നത്. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴാക്കി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെക്കുക. കലാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. 1857 കലാപത്തിൻ്റെ പ്രധാന അല്ലെങ്കിൽ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഈ ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. കലാപം നടന്ന സ്ഥലവും ആ കലാപത്തിന് ആ സ്ഥലത്ത് നേതൃത്വം നൽകിയവരും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ടാണ് പ്രഖ്യാപിച്ചത്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്കാണ് നാടുകടത്തിയത്. അത് ഓർത്തു വെക്കുക. പിന്നെ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിയാണ് ജനറൽ ഭക്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലായിരുന്നു ജനറൽ ഭക്ത് ഖാൻ.
ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. മറാത്ത ഭരണാധികാരിയായിരുന്നു നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറകളാണ് താന്തിയ തോപ്പി പ്രയോഗിച്ചിരുന്നത്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ഔദിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഔദിലെ ഭരണാധികാരിയായ ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ ഒരു കർഷക പ്രഭു ആയിരുന്നു കൻവർ സിംഗ്. ഒന്നുകൂടെ പറയാം. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹേബ് താന്തിയ തോപ്പി. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1857 കലാപത്തിൻ്റെ പരിമിതികളാണ്. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി. കലാപത്തിന് ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചിരുന്നില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. അപ്പോൾ 1857 കലാപത്തിൻ്റെ പരിമിതികളിൽ പെടുന്നത് കലാപം ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി. കലാപത്തിന് ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുപോലെ കലാപകാരികളെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും ഒക്കെ കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം കലാപത്തെ അനുകൂലിച്ചില്ല. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിലെ ചില ഭരണാധികാരികൾ കലാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് 1857 കലാപത്തിൻ്റെ പരിമിതികൾ. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. 1857 വിപ്ലവം സ്വാധീനം ചെലുത്തിയത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന കാര്യമാണ് ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം 1857 കലാപത്തോടെ അവസാനിച്ചു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് 1857 കലാപം പ്രചോദനമായി. ഇവിടെ പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 1857 കലാപം, സിനിമയും സാഹിത്യവും. 1857 എന്ന സിനിമ സംവിധാനം ചെയ്തത് മോഹൻ സിൻഹെ. 1857 എന്ന സിനിമ സംവിധാനം ചെയ്തത് മോഹൻ സിൻഹെ. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മെഹ്ത. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മെഹ്ത. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന സിനിമ സംവിധാനം ചെയ്തത് ക്രിഷ് ജഗർലമുടി. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന സിനിമ സംവിധാനം ചെയ്തത് കിഷ് ജഗർലമുടിയാണ്. ഇനി സാഹിത്യം നോക്കാം. ഝാൻസി റാണി എന്ന കൃതിയുടെ രചയിതാവ് മഹാശ്വേതാദേവി. അമൃതം തേടി രചയിതാവ് മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ രചനയാണ് അമൃതം തേടി. മഹാശ്വേതാദേവിയുടെ രചനയാണ് ഝാൻസി റാണി. അപ്പോൾ 1857 കലാപവുമായി ബന്ധപ്പെട്ട സിനിമയും സാഹിത്യവുമാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പം പുതിയ SCERTയിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ശേഷം പാർട്ട് 2ഉം കാണും. അപ്പം വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.